നമ്മുടെ ഈ ഒരു ടേബിൾ ഏരിയ നല്ല അലമ്പായിട്ടില്ലേ? നമുക്കിതൊന്ന് മേക്ക് ഓവർ ചെയ്തെടുത്താലോ? ഫസ്റ്റ് ഈ രണ്ട് സാധനങ്ങളായിട്ട് മാറ്റിയെടുക്കാൻ പോകുന്ന ഈ രണ്ട് പെൻസ്റ്റാൻഡിനും 2 വർഷത്തോളം പഴക്കമുണ്ട്. അതിന് വേണ്ടി ഞാൻ സ്ക്രേപ്പ് ബുക്ക് ആട്ടോ എടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ വാങ്ങിയത്. ഒരു 245 റുപ്പീസൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ തന്നെ കിട്ടും. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക, ഹാഫാക്കിയിട്ട്. എന്നിട്ട് തുറന്നിട്ട് പിന്നെ ഒന്നും കൂടെ ഓപ്പോസിറ്റ് സൈഡ് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടൊരു ഐഡിയ ആണ്. ചെയ്യുമ്പോൾ നല്ല ഈസി ആയിട്ട് തോന്നി. സംഭവം നല്ല ഈസി ആയിരുന്നു, കാണാനും നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. ഇതേപോലെ ഒന്നും കൂടെ ഒന്ന് മടക്കി കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് കൂടെ എൻ്റെ നെയിൽ പോളിഷ് അതിലാവുകയും ചെയ്തു. എന്തിൻ്റെ ഹെഡാണ് വീടിൻ്റെ ഇടയ്ക്ക് കൂടെ എനിക്ക് പോയിട്ട് നെയിൽ പോളിഷ് ഇടാൻ. ഓക്കെ, എനിവേ ഇതേപോലെ കോർണേഴ്സും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇനി ചെറിയൊരു കൺഫ്യൂസിങ് ഉണ്ടാവും, എന്നാലും പേടിക്കേണ്ടത്. ഇതേപോലെ ഒന്ന് തിരിച്ച് വരച്ചതിന് ശേഷം തിരിച്ച് മടക്കി കൊടുക്കുക. എന്നിട്ട് ഹാഫായിട്ടൊന്ന് മടക്കുക. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി വേണ്ടത് നമുക്കൊരു A4 ഷീറ്റാട്ടോ. ഇതിവിടെ ഇരിക്കട്ടെ. എന്നിട്ടൊരു A4 ഷീറ്റ് എടുക്കുക. ഞാൻ ഫസ്റ്റ് അതിൻ്റെ പെർഫെക്റ്റ് സൈസിലാട്ടോ കട്ട് ചെയ്തത്. പക്ഷേ നമ്മളൊരു സൈസ് ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്യണം, കാരണം കണ്ടോ ഇതിൽ കയറുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് മറ്റേ സൈഡിലേക്കും കൂടെ ഇത് കയറ്റി കൊടുക്കണം. A4 ഷീറ്റ് മാത്രമല്ല, ഒരു സൈഡ് മറ്റേ സൈഡിലേക്ക്. അതായത് ഇപ്പോൾ ഒരു സ്ക്വയർ പോലെയല്ലേ, നമുക്ക് വേണ്ട ഒരു ട്രയാങ്കിൾ ഷേപ്പാണ്. അതുകൊണ്ട് തന്നെ ഒരു സൈഡ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളൊന്ന് കയറ്റി കൊടുക്കുകയാണ് ഇതുപോലെ. എന്നിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓവർ പ്രസ് ചെയ്ത് പേപ്പർ ആയതുകൊണ്ട് തന്നെ അതൊന്ന് മടങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. കൈ വെച്ചിട്ട് ഒന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷെ ചെയ്യുമ്പോൾ അത്ര പ്രശ്നമൊന്നുമില്ല. ഇതേപോലെ തന്നെ ഞാനൊരു 3 എണ്ണം കൂടി ചെയ്തെടുക്കുന്നുണ്ട്. ശരിക്കും 4 എണ്ണം വേണമായിരുന്നു, പക്ഷെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ 3 എണ്ണം ആട്ടോ ചെയ്ത് നോക്കിയത്. എനിക്കറിയില്ലായിരുന്നു, വെച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. സെയിം പ്രൊസീജിയർ തന്നെ ഞാനിത് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കണം. നമുക്ക് ഗ്രിഡ് ലൈൻസ് ആവുന്ന പോലെ ഇതേപോലെ ഒന്ന് മടക്കി ഇതിൻ്റെ സൈഡ് കോർണേഴ്സൊക്കെ ഒന്ന് മടക്കി കൊടുത്ത് ബാലൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മളൊരു 4 എണ്ണം ആയിട്ടുണ്ട്. ഗമ്മ് വെച്ചിട്ട് ഞാനൊരു സൈഡെല്ലാം ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിൻട്രസ്റ്റിൽ ഇത് ഉണ്ടായിട്ടില്ല, പക്ഷേ എനിക്കിങ്ങനെ വെച്ച സമയത്ത് അത് പൊങ്ങിയിരിക്കുന്നതുകൊണ്ട് എനിക്ക് എന്തോ പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ ഗമ്മ് വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഫൈനൽ. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോഴൊരു സ്പേസ് ഞാൻ കണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ ഒരു പേപ്പറും കൂടെ എടുത്തിട്ട് ഞാൻ സെയിം സാധനം തന്നെ നേരത്തെ കട്ട് ചെയ്ത അളവ് വേണ്ടത് കൊണ്ട് തന്നെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഷീറ്റ്സിൻ്റെ വെച്ചിട്ടാണ് ഞാൻ അളവെടുത്തത്. ഇതേപോലെ 5 എണ്ണം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ബേസിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പേപ്പർ എടുത്തത് ഇതേപോലെ അളവെടുത്ത് ഞാൻ കട്ട് ചെയ്ത് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതേപോലെ സൈഡെല്ലാം ഞാനൊന്ന് ഇതേ സംഭവങ്ങളെല്ലാം ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വേഗം ഒട്ടി. എന്നാലും അതൊന്ന് ഉണങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ബേസ് ഒന്ന് ശരിയാക്കാം. ഫസ്റ്റ് ഞാൻ ഇത് വെച്ച് നോക്കി, പക്ഷേ അത് ശരിയായില്ല. പിന്നെ എനിക്ക് കളറും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ മഞ്ഞ വെച്ചു. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഞാൻ ഇതിൻ്റെ ബേസ് ചെയ്യുന്നത്. ഞാൻ 2 ലെയർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം ഈ പെൻസിലൊക്കെ വയ്ക്കുമ്പോൾ അത് വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. എനിവേ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒട്ടാനായിട്ട് കുറച്ച് അധികം ടൈം എടുക്കും. എന്നിട്ട് ഞാനൊരു മാല എടുത്തിട്ട് അതിലെനിക്ക് ബീഡ്സൊക്കെ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഓവർ കുഞ്ഞ് ബീഡ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചെറിയൊരു ഭാഗം ഒന്ന് അറേഞ്ച് ചെയ്യേണ്ട വന്നു. അറേഞ്ച് ചെയ്തതുപോലെ ഒന്ന് കെട്ടി കൊടുത്തിട്ട് സൈഡിലൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. ഇത് മൊത്തത്തിൽ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. എൻ്റെ ബേസ് ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 2 എണ്ണം നമ്മൾ മാറ്റിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഈ ഒറ്റെണ്ണം പിന്നെ നമുക്ക് നോക്കേണ്ട ഈ 2 എണ്ണത്തിലുണ്ടായിരുന്ന മൊത്തം സാധനങ്ങളും ഇതിൽ കയറുന്നുണ്ടോ കൊള്ളുന്നുണ്ടോ എന്നാണ് ഞാൻ വെച്ച് നോക്കുന്നത്. പെൻസിലും പേനയൊക്കെ ഞാൻ ഓരോരോ രീതിക്കാണ് ഓരോരോ ബോക്സിലാണ് വെച്ച് നോക്കുന്നത്. സത്യത്തിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാട്ടോ ഇത്. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പം ഇത് ബേസ് ഉണങ്ങാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അത് മാത്രമേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം എന്തായാലും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ടാറ്റാ.